ലാബുകളിലും മറ്റും നമ്മൾ എപ്പോഴും കാണുന്ന ഒന്നാണ് pH മീറ്റർ അല്ലേ? ഒരു ലായനിയിൽ ഒരു ഗ്ലാസ് പ്രോബ് മുക്കുന്നു, സ്ക്രീനിൽ ഒരു നമ്പർ തെളിയുന്നു. പക്ഷെ ആ ചെറിയ ഗ്ലാസ് കഷ്ണം എങ്ങനെയാണ് കണ്ണിന് കാണാൻ പറ്റാത്ത അയോണുകളെ അളന്ന് ഇത്ര കൃത്യമായ ഒരു നമ്പർ നമുക്ക് തരുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പോ ഇതാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ ഗ്ലാസ് പ്രോബിനകത്തെ ശാസ്ത്രീയ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതിന്റെ എല്ലാം കേന്ദ്രബിന്ദു ആ ഗ്ലാസ് ഇലക്ട്രോഡ് തന്നെയാണ്. പക്ഷേ കേട്ടോ, ഇത് നമ്മുടെ ജനലിലുള്ള പോയത്തെ വെറും ഗ്ലാസ് അല്ല, ഇതൊരു പ്രത്യേകതരം ഗ്ലാസ്സാണ്. ഇതിന്റെ രഹസ്യം എന്താണെന്ന് വെച്ചാല് ഈ ഗ്ലാസ്സില് സാധാരണയിലും കൂടുതൽ സോഡിയം ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് വൈദ്യുതിയെ നന്നായി കടത്തിവിടാൻ പറ്റും. ഈ ഒരു കഴിവാണ് ഇതിന്റെ പ്രവർത്തനത്തിന്റെ എല്ലാം അടിസ്ഥാനം. ഈ ഗ്ലാസ് പ്രോബിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ പ്രധാനമായും 3 കാര്യങ്ങൾ കാണാം. ഒന്ന്, ആ നേർത്ത ഗ്ലാസ് ബൾബ്. അതിന് ചില പ്രത്യേക അയോണുകളെ തിരിച്ചറിയാൻ പറ്റും. 2, അതിനകത്ത് നിറച്ചിരിക്കുന്ന ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് ലായനി. പിന്നെ മൂന്നാമതായി ഒരു സിൽവർ ഇലക്ട്രോഡും. ഇവ മൂന്നും ചേർന്നൊരു ടീം വർക്കാണ് ഇവിടെ നടക്കുന്നത്. അപ്പോ ഈ പ്രത്യേക ഗ്ലാസ് എങ്ങനെയാണ് ശരിക്കും pH അളക്കുന്നത്? ഇവിടെയാണ് ഒരു തരം കെമിസ്ട്രി മാജിക് നടക്കുന്നത്. ഇതിനെ നമ്മൾ ടെക്നിക്കലായി അയോൺ സിലക്റ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയും. അതിന്റെ അർത്ഥം സിമ്പിളാണ്. ഇത് ഹൈഡ്രജൻ അയോണുകളെ, അതായത് H+ അയോണുകളെ മാത്രം തിരിഞ്ഞുപിടിച്ച് പ്രതികരിക്കും. ലായനിയിലെ ബാക്കി എന്തുണ്ടെങ്കിലും അതിനെ അങ്ങ് അവഗണിക്കും. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, ഇതാണ് ഏറ്റവും രസകരമായ ഭാഗം. നമ്മൾ അളക്കാൻ വെച്ചിരിക്കുന്ന ലായനിയിലെ ഹൈഡ്രജൻ അയോണുകളുണ്ടല്ലോ, അവ ഗ്ലാസിനകത്തുള്ള സോഡിയം അയോണുകളുമായിട്ട് ഒരു ഇടപാട് നടത്തും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറും, ഒരു തരം കൈമാറ്റം. ഈ രാസപ്രവർത്തനം കാണിക്കുന്നത് അതാണ്. ലായനിയിൽ നിന്ന് ഒരു ഹൈഡ്രജൻ അയോൺ ഗ്ലാസിലേക്ക് ചാടുമ്പോൾ ഗ്ലാസിൽ നിന്ന് ഒരു സോഡിയം അയോൺ ലായനിയിലേക്ക് ഇറങ്ങും. ഇങ്ങനെ അയോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ആ ഗ്ലാസിന്റെ പുറത്ത് വളരെ ചെറിയൊരു വോൾട്ടേജ് ഉണ്ടാകുന്നു. നമുക്ക് അളക്കാൻ കഴിയുന്നൊരു വോൾട്ടേജ്. പക്ഷേ ഈ കഥ ഇവിടെ തീരുന്നില്ല. ഈ ചെറിയ വോൾട്ടേജ് അളക്കണമെങ്കിൽ നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡിന് ഒറ്റയ്ക്ക് പറ്റില്ല. അതിന് ഒരു കൂട്ടാളി കൂടി വേണം. ഇതൊരു നല്ല ചോദ്യമാണല്ലേ? കാരണം ലായനിയുടെ pH അനുസരിച്ച് ഈ വോൾട്ടേജ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് കൃത്യമായി അളക്കാൻ നമുക്ക് സ്ഥിരതയുള്ള ഒരടിസ്ഥാനം വേണ്ടേ? ആ അടിസ്ഥാനം നൽകാനാണ് റെഫറൻസ് ഇലക്ട്രോഡ് വരുന്നത്. അതെപ്പോഴും ഒരേപോലെയുള്ള സ്ഥിരമായൊരു വോൾട്ടേജ് നൽകും. അപ്പോൾ പിന്നെ മീറ്ററിന് ഒരു പണിയേയുള്ളൂ. ഈ സ്ഥിരമായ വോൾട്ടേജും നമ്മുടെ ഗ്ലാസ് ഇലക്ട്രോഡിൽ pH കാരണം മാറിക്കൊണ്ടിരിക്കുന്ന വോൾട്ടേജും തമ്മിലുള്ള വ്യത്യാസം മാത്രം അളന്നാൽ മതി. വളരെ കൃത്യമായി. ഓക്കെ, അപ്പം നമുക്ക് വോൾട്ടേജ് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ്. മീറ്റർ എങ്ങനെയാണ് ഈ വോൾട്ടേജ് വ്യത്യാസത്തെ നമുക്ക് മനസ്സിലാവുന്ന pH എന്ന സംഖ്യയാക്കി മാറ്റുന്നത്? അതിന് മീറ്ററിൻ്റെതായ ഒരു നിയമപുസ്തകം തന്നെയുണ്ട്. ആ നിയമം വളരെ ലളിതമാണ്. വോൾട്ടേജും pHഉം തമ്മിൽ ഒരു നേർരേഖാ ബന്ധമാണുള്ളത്. അതായത് വോൾട്ടേജ് ഒരു നിശ്ചിത അളവിൽ കൂടുമ്പോൾ pH ഒരു നിശ്ചിത അളവിൽ കുറയും. നാൻസ്റ്റ് സമവാക്യം എന്നൊക്കെ പറയുന്നൊരു വലിയ തത്വമാണിതിനു പിന്നിൽ. പക്ഷെ സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് പോലെയാണ്. കണ്ടില്ലേ, വോൾട്ടേജിലെ ഓരോ മാറ്റത്തിനും ആനുപാതികമായി pHയിലും ഒരു മാറ്റമുണ്ടാകും. അതുകൊണ്ടാണ് ഈ ബന്ധം എപ്പോഴും ഒരു നേർരേഖയായി വരുന്നത്. തിയറിയൊക്കെ കൊള്ളാം. പക്ഷേ ഓരോ തവണ ഉപയോഗിക്കുന്നതിനു മുൻപും pH മീറ്റർ കാലിബ്രേറ്റ് ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാണ്? കാരണം സിമ്പിളാണ്. നമ്മൾ നേരത്തെ കണ്ട ആ നേർരേഖയുണ്ടല്ലോ, അതിന്റെ ചരിവൊക്കെ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. അന്നത്തെ താപനില, ഇലക്ട്രോഡിന്റെ പഴക്കം, ഇതൊക്കെ അതിന് ചെറുതായി മാറ്റാം. അതുകൊണ്ട് ഓരോ തവണ ഉപയോഗിക്കുന്നതിനു മുൻപും നമ്മൾ ആ ദിവസത്തെ കൃത്യമായ നിയമം എന്താണെന്ന് മീറ്ററിനെ ഒന്ന് പഠിപ്പിക്കണം. ആ പഠിപ്പിക്കുന്ന പരിപാടിക്കാണ് നമ്മൾ കാലിബ്രേഷൻ എന്ന് പറയുന്നത്. അതിന് pH എത്രയാണെന്ന് നമുക്ക് കൃത്യമായി അറിയാവുന്ന 2 ലായനികൾ ഉപയോഗിക്കും. ഇവയാണ് ബഫർ ലായനികൾ. ആദ്യം pH 4.0 ഉള്ള ലായനിയിൽ പ്രോബ് മുക്കും. മീറ്റർ അതിന്റെ വോൾട്ടേജ് രേഖപ്പെടുത്തും. പിന്നെ pH 9.2 ഉള്ള ലായനിയിലും ഇതാവർത്തിക്കും. ഈ 2 പോയിന്റുകൾ കിട്ടിയാൽ മതി, മീറ്റർ ആ ദിവസത്തേക്കുള്ള കൃത്യമായ നേർരേഖാബന്ധം സ്വയം കണ്ടുപിടിച്ചോളും. കഴിഞ്ഞു. ഇനി എന്താളെന്നാലും റിസൾട്ട് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വെറുമൊരു ഗ്ലാസ് കഷ്ണത്തെ ഒരൊറ്റ തരം അയോണിനെ മാത്രം തിരിച്ചറിയാൻ നമ്മൾ പഠിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിലെ നമുക്ക് കാണാൻ പോലും കഴിയാത്ത മറ്റെന്തെല്ലാം കാര്യങ്ങൾ അളക്കാനും മനസ്സിലാക്കാനും ഇതേപോലുള്ള സാങ്കേതിക വിദ്യകൾക്ക് കഴിഞ്ഞേക്കും? സാധ്യതകൾ അനന്തമാണല്ലേ?